വെൽക്കം ടു ആസ്പിറൻസ് പെർസ്പെക്റ്റീവ് ഡെയിലി 10 UPSC PYQ അനാലിസിസ്. ഇന്നലെ നമ്മൾ 2014 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ നമ്പർ 31 തൊട്ട് 40 വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് 41 to 50 വരെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 41, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് കോറൽ റീഫ്സ്? താഴെ തന്നിട്ടുള്ളതിൽ ഏതിലൊക്കെയാണ് കോറൽ റീഫ്സ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോകത്ത് കോറൽ റീഫ്സിന്റെ 1/3 പാർട്ടും കാണപ്പെടുന്നത് ഓസ്ട്രേലിയ ആൻഡ് ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് പോലുള്ള സ്ഥലങ്ങളിലാണ്. ഇന്ത്യയിൽ കോറൽ റീഫ്സ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് കച്ചിന്റെ ഭാഗങ്ങൾ, ഗുജറാത്ത് ഗൾഫ് ഓഫ് കച്ചിന്റെ ഭാഗങ്ങൾ ലക്ഷദ്വീപിലുണ്ട്. ആൻഡ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗൾഫ് ഓഫ് മന്നാർ, പാക് ബേ ആ ഒരു റീജിയനിലൊക്കെ ഉണ്ട്. പിന്നെ ആൻഡമാൻ നിക്കോബാറിന്റെ പോർഷനിലൊക്കെയാണ് ഉള്ളത്. സുന്ദർബനിൽ കാണപ്പെടുന്നില്ല. കോറൽ റീഫ്സ് വളരാൻ ആവശ്യമുള്ള ഒരു പ്രിഫേർഡ് ടെമ്പറേച്ചർ ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെയാണ്. ഒരു മിനിമം ഒരു ഡെപ്ത് വേണ്ടത്, വാട്ടറിന്റെ ഡെപ്ത് വേണ്ടത് 200 മീറ്റർ ആണ്. മാക്സിമം ഡെപ്ത് ആണ് 200 മീറ്റർ. അതിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. സോ ദ ആൻസർ ഈസ് ആൻഡമാൻ നിക്കോബാറിലുണ്ട്, ഗൾഫ് ഓഫ് കച്ചിലുണ്ട്, ഗൾഫ് ഓഫ് മന്നാറിലുണ്ട്. സോ 1, 2, 3 ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 42. ഇൻ ഇന്ത്യ ദ പ്രോബ്ലം ഓഫ് സോയിൽ ഇറോഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്? സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിമൂവൽ ഓഫ് ടോപ്പ് മോസ്റ്റ് ഫെർട്ടൈൽ ലെയർ ഓഫ് ദ സോയിൽ ത്രൂ ദ വിൻഡ് ഓർ വാട്ടർ. സോ സോയിൽ ഇറോഷന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഗ്രേസിംഗ് ആവാം, ഡിഫോറസ്റ്റേഷൻ ആണ് ഒരു മെയിൻ റീസൺ. ആക്ഷൻസ് ഓഫ് വിൻഡോ, വാട്ടർ, ഗ്ലേഷ്യേഴ്സ് ഒക്കെ ആവാം. മേ ബി ടോപ്പോഗ്രഫി സ്റ്റീപ്പ് ആയതാവാം, ഹെവി റെയിൻഫോൾ ആവാം, ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ലൈക്ക് ഫോൾട്ടി മെത്തഡ്സ് ഓഫ് അഗ്രികൾച്ചർ ഒക്കെ ആവാം, ഓവർ ഇറിഗേഷൻ ആവാം, ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ, അങ്ങനെ ഒരുപാട് റീസൺസ് സോയിൽ ഇറോഷൻ ഉണ്ട്. അതിൽ ഡിഫോറസ്റ്റേഷൻ ഒരു റീസൺ ആണ്. ടെറസ് കൾട്ടിവേഷനോ ട്രോപ്പിക്കൽ ക്ലൈമറ്റോ ഒന്നും എന്താ പറയുക സോയിൽ ഇറോഷന്റെ ഒരു റീസൺ അല്ല. സോ ഓപ്ഷൻ ബി 2 ഓൺലി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെറസ് കൾട്ടിവേഷൻ ഒക്കെ ഈ സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ ഒന്നാണ്. അത് സോയിൽ ഇറോഷന് കാരണം ആവുന്ന ഒരു സംഭവമല്ല. അത് കോസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമോ അത് ഉണ്ടാക്കുന്ന കാരണമോ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ഈസ് ദ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ്. സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ആ മൺസൂണിന്റെ എന്താ പറയുക ഡെഫിനേഷനിൽ തന്നെ മൺസൂണിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. സീസണൽ റിവേഴ്സൽ ഇൻ ദ വിൻഡ് ഡയറക്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ ഈസ് നോൺ ആസ് മൺസൂൺ. മൺസൂൺ റെഫർ ടു ദ സീസണൽ റിവേഴ്സൽ ഇൻ ദ വിൻഡ് ഡയറക്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ. സോ മൺസൂൺ ക്ലൈമറ്റിന്റെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ്. സോ ഓപ്ഷൻ സി ആണ്. ജിയോഗ്രഫി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44. വിത്ത് റെഫറൻസ് ടു കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ദ ടേം പഞ്ചയത്തൻ റെഫർ ടു. പഞ്ചയത്തൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ തിയറി അറിഞ്ഞിരിക്കുക തന്നെ വേണം. പഞ്ചയത്ന സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഒരു സ്റ്റൈലാണ്. ഇറ്റ്സ് എ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടൊരു ഷ്രൈൻ ഉണ്ടാവും, അതിന്റെ ചുറ്റും 4 സബ് ഷ്രൈൻ പോലെ ഉള്ള ഒരു സബ്സിഡറി ഷ്രൈൻസ് 4 ഉണ്ടാവും. സോ ഇതിനെ 5നെയും കൂടിയിട്ടാണ്, പഞ്ച മീൻസ് 5, സോ 5നെയും കൂടിയിട്ടാണ് പഞ്ചയത്ന സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ ലിംഗരാജ ടെമ്പിൾസ് ഇൻ ഭുവനേശ്വർ ആൻഡ് ദശാവതാര ടെമ്പിൾ ഒക്കെ ഈ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന് എക്സാമ്പിൾ ആണ്. സോ ഇറ്റ്സ് റിലേറ്റഡ് ടു സ്റ്റൈൽ ഓഫ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 45. കൺസിഡർ ഫോളോയിങ് റിവേഴ്സ് ബാരക്, ലോഹിത്, സുബൻസിരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് എബോവ് ഫ്ലോസ് ഓർ ഫ്ലോ ത്രൂ അരുണാചൽ പ്രദേശ്? അരുണാചൽ പ്രദേശിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യൻ മാപ്പിംഗ് റിവർ മാപ്പിംഗ് എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം. 2024 പ്രിലിംസിനും അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമായിരുന്നു. ഗംഗ റിവറിന്റെ ട്രൈബ്യൂട്ടറീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ലോഹിത് ആൻഡ് സുബൻസിരി ആണ് അരുണാചൽ പ്രദേശിലൂടെ പോകുന്ന റിവേഴ്സ്. അതൊരു ബ്രഹ്മപുത്ര റിവറിന്റെ ബ്രാഞ്ച് ആണ് ലോഹിത് ആൻഡ് സുബൻസിരി. ബരാക് പോകുന്നത് ഐ തിങ്ക് മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ആസാം ആ റീജിയനിൽ കൂടെ പോയി ബേ ഓഫ് ബംഗാളിൽ പോകുന്നതാണ് ബരാക്. സോ 1, 2 and 3 ആണ് ആൻസർ ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ ജോഗ്രഫി റിവർ മാപ്പിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ബ്രഹ്മപുത്ര റിവറിന്റെ ട്രൈബ്യൂട്ടറീസ് ദിബാങ്, ലോഹിത് പോകുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. സുബൻസിരി പോകുന്നതും അരുണാചൽ പ്രദേശിലൂടെയാണ്. ബാരക് പോകുന്നത് മണിപ്പൂർ, മേഘാലയ റീജിയണിൽ കൂടെയൊക്കെയാണ്. സോ മേഘാലയ ഇല്ല, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം ആൻഡ് ആസാം റീജിയനിൽ കൂടെയൊക്കെയാണ്. എന്നിട്ട് ബേ ഓഫ് ബംഗാളിൽ വരുന്നതാണ് ബാരക്. അടുത്ത ക്വസ്റ്റ്യൻ 46th ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. വെറ്റ്ലാൻഡും അത് റിലേറ്റ് ചെയ്ത് അതിന്റെ കൺഫ്ലുവൻസ് ഓഫ് റിവറും ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാച്ച് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ്ലി മാച്ച് ചെയ്തത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഹരിക്കെ വെറ്റ്ലാൻഡ് ലാർജസ്റ്റ് മാൻമെയ്ഡ് വെറ്റ്ലാൻഡ് ഓഫ് നോർത്ത് ഇന്ത്യ ആണ്. നോർത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് മാൻമെയ്ഡ് വെറ്റ്ലാൻഡ് ആണ് ഹരിക്കെ വെറ്റ്ലാൻഡ്. ഇത് ഒരു റാംസർ സൈറ്റ് ആണ്. ഇതുള്ളത് കൺഫ്ലുവൻസ് ഓഫ് ബീസ് ആൻഡ് സറ്റ്ലജിൽ തന്നെയാണ്. പഞ്ചാബിലാണ് അതുള്ളത്. സോ ഇതൊരു 1 ശരിയാണ്. നെക്സ്റ്റ് ക്യുലാഡോ ഗാന നാഷണൽ പാർക്കാണ്. ഗാന നാഷണൽ പാർക്ക് അത് കൺഫ്ലുവൻസ് ഓഫ് ബാനസ് ആൻഡ് ചമ്പൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്യുലാഡോ ഗാന നാഷണൽ പാർക്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മാൻമെയ്ഡ് ആൻഡ് മാൻ മാനേജ്ഡ് വെറ്റ്ലാൻഡ്. വി നോ ദാറ്റ് അത് രാജസ്ഥാനിലാണ് കാണപ്പെടുന്നത്. ആൻഡ് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ് ക്യുലാഡോ ഗാന നാഷണൽ പാർക്ക്. സോ ഉറപ്പായിട്ടും അതെന്തായിരിക്കില്ല, ഇവിടെ അല്ല, കൺഫ്ലുവൻസ് ഓഫ് ബാനസ് ആൻഡ് ചമ്പലിന്റെ റീജിയനിലല്ല. ഇറ്റ് ഈസ് ഓൺ ദ കൺഫ്ലുവൻസ് ഓഫ് ഗംഭീർ ആൻഡ് ബാൻഗംഗ റിവേഴ്സിന്റെ കോൺഫ്ലുവൻസിലാണ് ക്യുലാഡോ ഗാന നാഷണൽ പാർക്ക്. സോ ക്യുലാഡോ ഗാന നാഷണൽ പാർക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. മാൻ മാനേജ്ഡ് മാൻ മെയ്ഡ് വെറ്റ്ലാൻഡ് ആണ്. ഇറ്റ് ഈസ് ഇൻ ദ രാജസ്ഥാൻ. നെക്സ്റ്റ് ഈസ് കൊല്ലേരു ലേക്ക്. കൊല്ലേരു ലേക്ക് ആന്ധ്രാപ്രദേശിലാണ് കൊല്ലേരു ലേക്ക് ഉള്ളത്. ഇറ്റ് ഈസ് ഓൺ ദ കൺഫ്ലുവൻസ് ഓഫ് കൃഷ്ണ ഗോദാവരി ആണ്. മൂസി ആൻഡ് കൃഷ്ണ അല്ല. ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ഗോദാവരി ആൻഡ് കൃഷ്ണ ഡെൽറ്റാസിന്റെ ഇടയിലാണ് ഈ കൊല്ലേരു ലേക്ക് ഉള്ളത്. സോ കൊല്ലേരു ലേക്ക് ഒരു വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിൽ പെട്ടത് തന്നെയാണ്. ഇറ്റ്സ് എ ഫ്രഷ് വാട്ടർ ലേക്ക്. സോ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. 1 ഓൺലി ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് സിക്സ് സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫി? 47th ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ഇന്ത്യൻ ഫിലോസഫിയിലെ 6 സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്താണെന്ന് അറിഞ്ഞിരിക്കും. ദീസ് ആർ ദ 6 സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫി. അതിൽ 1 ന്യായ, വൈശേഷിക, മീമാംസ, വേദാന്ത, സംഖ്യ, യോഗ. ന്യായ മീൻസ് ഇറ്റ്സ് ലൈക്ക് ന്യായം, logic and analytic philosophy. Vaisheshika, a few atomic building blocks and consciousness. Mimamsa is a critical interpretation of Vedas, and Vedanta is essence of the Vedas, and Sankhya is consciousness and matter. Yoga means yoga. So, it's meditation and contemplation. So, അതിലില്ലാത്തത് ഏതായിരിക്കും? മീമാംസ ഉണ്ട്, വേദാന്ത ഉണ്ട്, ന്യായ ഉണ്ട്, വൈശേഷിക ഉണ്ട്, ലോകായുധ ആൻഡ് കപിലകയാണ് ഇല്ലാത്തത്. സംഖ്യ, യോഗ ഒക്കെ ഉണ്ട്. സോ ഓപ്ഷൻ സി ആണ് 6 സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഇല്ലാത്തത്. ബാക്കിയെല്ലാം 6 സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഉള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. കൺസിഡർ ദ ഫോളോയിങ് പെയർസ് ഹിൽസ് ആൻഡ് റീജിയൻ. സോ ഇതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. കാർഡമം ഹിൽസ് നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മുടെ ആനമുടിയൊക്കെ ഉള്ള സ്ഥലം. ആനമുടി ഇസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദാറ്റ് കാർഡമം ഹിൽസ്. അത് കേരള, തമിഴ്നാട്, സൗത്ത് വെസ്റ്റ് തമിഴ്നാട്, കേരള സൗത്ത് വെസ്റ്റ് തമിഴ്നാട്, ദാറ്റ് ഇസ് സൗത്ത് വെസ്റ്റ് സൈഡിലായിട്ടാണ് ഈ കാർഡമം ഹിൽസ് ഉള്ളത്. സോ അത് കൊറമോണ്ടൽ കോസ്റ്റിലല്ല ഉള്ളത്. കൊറമണ്ടൽ കോസ്റ്റ് ഉള്ളത് ഈസ്റ്റേൺ തമിഴ്നാടിന്റെ ഭാഗമായിട്ടാണ് കൊറമണ്ടൽ കോസ്റ്റ് ഉള്ളത്. കാർഡമം ഹിൽസ് ഉള്ളത് സൗത്ത് വെസ്റ്റേൺ തമിഴ്നാടിന്റെ ഭാഗമായിട്ടാണ് കൊറമോണ്ടൽ കാർഡമൻ ഹിൽസ് ഉള്ളത്. ഓക്കെ, ദെൻ കൈമൂർ ഹിൽസ് ഉള്ളത് വിന്ധ്യ റീജിയനിലാണ്. വിന്ധ്യ റീജിയൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മധ്യപ്രദേശ്, UP, ബീഹാർ റീജിയനിലാണ് എന്തുള്ളത് കൈമൂർ ഹിൽസ് ഉള്ളത്. ആൻഡ് കൊങ്കൺ കോസ്റ്റ് എവിടെയാണുള്ളത്? വെസ്റ്റേൺ കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യയിലാണ് കൊങ്കൺ കോസ്റ്റ് ഉള്ളത്. ദാറ്റ് കോസ്റ്റ് ഓഫ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക ആ ഒരു ഭാഗത്താണ് കൊങ്കൺ കോസ്റ്റ് ഉള്ളത്. ഇത് കൊറമോണ്ടൽ കോസ്റ്റ്, ഇത് കൊങ്കൺ കോസ്റ്റ്. മഹാദിയോ ഹിൽസ് ഉള്ളത് സെൻട്രൽ ഇന്ത്യയിലാണ്, MP-യിലാണ്, മധ്യപ്രദേശിലാണ് മഹാദിയോ ഹിൽസ് ഉള്ളത്. മൈക്കർ ഹിൽസ് ഉള്ളത് ദാറ്റ് ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഒക്കെ അവിടെയാണ്. സോ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത് മൈക്കർ ഹിൽസ് ഉള്ളത്. മൈക്കർ ഹിൽസും മഹാദിയ ഹിൽസും കറക്റ്റ് ആണ്, റീജിയൻ കറക്റ്റ് ആണ്. സോ 2 and 3 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ടുള്ളത്. സോ ഹിൽസ്, കാർഡമം ഹിൽസ് ഈ ഒരു റീജിയനിലാണ്. ആൻഡ് കൈമൂർ റേഞ്ച്, മൈക്കർ റേഞ്ച് ആൻഡ് ഇവിടെ നോർത്ത് ഈസ്റ്റില് മൈക്കർ റേഞ്ച്, ഡാഫ്ല, മിറിയ, ബോർ, നിഷ്മി. ഓക്കെ, ഇതൊക്കെ ആ ഒരു ഹിൽസിന്റെ റീജിയൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജിയോഗ്രഫി +1 NCERT ടെക്സ്റ്റിനാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 49th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻ പ്രൊവിഷൻ റിഗാർഡിംഗ് ആന്റി ഡിഫെക്ഷൻ? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10th ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷൻ ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പോളിറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷെഡ്യൂൾ ഏതൊക്കെയാണെന്ന് പഠിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇമ്പോർട്ടന്റ് ഷെഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ പഠിക്കാറുള്ളത് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നൊരു കോഡ് വെച്ചാണ്. സോ ഫസ്റ്റ് ഷെഡ്യൂൾ 1 T, ടെറിട്ടറീസ് നെയിം, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് നെയിം ആൻഡ് ദെയർ ബൗണ്ടറി ഡീറ്റെയിൽസ് ഒക്കെ കുറിച്ച് പറയുന്നതാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. സെക്കൻഡ് ഷെഡ്യൂൾ ഇസ് റിലേറ്റഡ് ടു സ്പെഷ്യൽ പവർ, സാലറി ഡീറ്റെയിൽസ് ഓഫ് പ്രസിഡന്റ്, ഗവർണർ ഓഫ് സ്റ്റേറ്റ്, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭ, ലോക്സഭ, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോടതി ജഡ്ജികളൊക്കെ കുറിച്ച് അവരുടെ എമോൾമെന്റിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്.
in the second schedule. And third schedule is affirmation and oath of oath promises all authority except President and Vice President. Fourth schedule Rajya Sabha MP count of state and union territory. Tier 6 is Rajya Sabha seat allocation related schedule ആണ്, that is fourth schedule ആണ്. ആൻഡ് ഫിഫ്ത്തും സിക്സ്തും ഷെഡ്യൂൾ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ള ഒരു ഷെഡ്യൂളാണ്, അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കാറുണ്ടാവും. ഫിഫ്ത്ത് ഷെഡ്യൂൾ ഈസ് റിലേറ്റഡ് ടു എന്താണ് ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ലോ ഡീറ്റെയിൽസ്. ആൻഡ് സിക്സ്ത് ഷെഡ്യൂൾ ഈസ് റിലേറ്റഡ് ടു സ്റ്റേറ്റ് ഓഫ് ആസാം, മേഘാലയ ആൻഡ് മിസോറാം, ത്രിപുര. ഈ 4 സ്റ്റേറ്റുകളുടെയാണ് സിക്സ്ത് ഷെഡ്യൂൾ. അതിലെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ലോ ഡീറ്റെയിൽസ് ഈസ് സിക്സ്ത് ഷെഡ്യൂൾ. സെവൻത്ത് ഷെഡ്യൂൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ഷെഡ്യൂളാണ് അബൌട്ട് ഫെഡറൽ ലിസ്റ്റ്. ആൻഡ് എയ്ത്ത് ഷെഡ്യൂൾ നമുക്കറിയാം ഒഫീഷ്യൽ ലാംഗ്വേജുകളെ കുറിച്ച് പറയുന്നതാണ്. നയൻത്ത് ഷെഡ്യൂൾ ഈ വാലിഡേഷൻ ഓഫ് സർട്ടൻ ആക്ട് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ലാൻഡ് റിഫോംസ് ഒക്കെയാണ് നയൻത്ത് ഷെഡ്യൂൾ. 10th ഷെഡ്യൂളാണ് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് 52nd അമെൻമെന്റ് ആയിരുന്നു. ആൻഡ് 1985 52nd അമെൻമെന്റ് ആയിരുന്നു എന്ത് ആന്റി ഡിഫെക്ഷൻ. ആൻഡ് അടുത്തത് രണ്ട് നമുക്ക് ഡൗട്ട് ഇല്ലാണ്ട് അറിയാവുന്ന രണ്ട് ഷെഡ്യൂളുകളാണ്, ഷെഡ്യൂൾ 11 ആൻഡ് ഷെഡ്യൂൾ 12. ഷെഡ്യൂൾ 11 റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് പഞ്ചായത്തിനെ കുറിച്ചാണ് പറയുന്നത്. 1992 73rd ആൻഡ് 74th അമെൻമെന്റിൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആൻഡ് അടുത്തത് അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആണ്. 1992 74th അമെൻമെന്റ് തന്നെയാണത്. ആൻഡ് അമെൻമെന്റ് ആണത്. ഓക്കെ, ഇറ്റ്സ് അബൌട്ട് 12th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. T for territories. E for emolument ആരുടെയൊക്കെയാണ് പഠിക്കേണ്ടതാണ്. A for affirmation and oath അതും ആരുടെയാണ് നോക്കേണ്ടതാണ്. And R for രാജ്യസഭയിലെ സീറ്റ് അലൊക്കേഷൻ. S for scheduled areas and other tribal areas. And F for federal list. O for official language. And L for land reforms. D for defection. PM ile P for panchayat and M for municipalities. So these are the schedules of Indian Constitution. Next question, 50th question. The most important strategy for the conservation of biodiversity together with the traditional human life is the establishment of. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയും കൺസർവ് ചെയ്യണം വിത്ത് ദ ട്രഡീഷണൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ആൻസറിലേക്ക് എത്തണം. ബയോസ്ഫിയർ റിസർവ്സ് ആണ് ആൻസർ. These reserves are established to protect larger areas of natural habitat than a typical national park or animal sanctuary. The site must contain a protected and minimally distributed core areas of value of nature and conservation. So ഇതിൽ തന്നെ ടെറസ്ട്രിയൽ ഏരിയാസ് ഉണ്ട്, മറൈൻ ഏരിയാസും കോസ്റ്റൽ എക്കോസിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും. സോ അവിടുത്തെ ട്രഡീഷണൽ ഹ്യൂമൻ ലൈഫും അതോടുകൂടി അതിന്റെ ബയോഡൈവേഴ്സിറ്റിയും കൺസർവ് ചെയ്യാൻ ഉള്ളത് ബയോസ്ഫിയർ റിസർവ്സ് തന്നെയാണ്. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേ. താങ്ക് യു.